ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറിയാണ്. വെളുത്ത മോതയാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, ഉലുവയെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 10 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി മൂക്കണം. പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 750 ഗ്രാം വെളുത്ത മോതയാണ് എടുത്തിരിക്കുന്നത്. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കണം. തവി കൊണ്ട് അധികം ഇളക്കാൻ പാടില്ല. മീൻ കഷ്ണം എല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 8 തൊട്ട് 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ചോറിനും കപ്പയ്ക്കും എല്ലാം കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.